അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ചക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. വരിക്ക ചക്ക, തേങ്ങ അരമുറി, പത്തിരിപ്പൊടി 1 കപ്പ്, ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ, ശർക്കര, ഉപ്പ് ആവശ്യത്തിന്, ഈർക്കിൽ, പൊതിയാനുള്ള ഇലകൾ, ഇതെല്ലാമാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. കുമ്പിളപ്പം പൊതിയാനായിട്ട് നമ്മൾ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന ഇലമംഗലത്തിൻ്റെ ഇലകളാണ് ഉപയോഗിക്കുക. ഇതിന് കറുകപ്പട്ടയുടെ സെയിം ഫീച്ചേഴ്സാണ്. ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ വളരെ ടീക്കായിട്ടുണ്ടാവും. ഇതിന് പകരമായിട്ട് നമുക്ക് പ്ലാവിൻ്റെ ഇലയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ കുമ്പിളപ്പത്തിന് ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഒക്കെ വരണമെങ്കിൽ നമ്മൾ ഇലമംഗലത്തിൻ്റെ ഇല തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ശർക്കര നന്നായി ചിരകിയെടുക്കാം. അടുത്തതായി അടുപ്പത്തൊരു പാത്രം വെക്കുക. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം, അത്ര മതിയാവും. എന്നിട്ട് കുരു കളഞ്ഞ ചക്ക അതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റ് അത് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ ചക്ക പാകമായി വന്നിട്ടുണ്ട്. ഇനി അത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് കടയക്കോൽ ഉപയോഗിച്ച് നന്നായി കടഞ്ഞെടുക്കണം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച ചേരുവകൾ ചേർക്കാം. തേങ്ങ, ചെറിയ ജീരകം, ശർക്കര മധുരത്തിന് പാകമായിട്ട് ഓരോരുത്തർക്ക് ഇഷ്ടാനുസരണം ചേർക്കാം. പിന്നെ 1 കപ്പ് പത്തിരിപ്പൊടി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇലകളും ഈർക്കിളും ഉപയോഗിച്ച് കുമ്പിളുണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മുടെ മിക്സ്ചർ ആഡ് ചെയ്യണം. ആവിച്ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് അടുപ്പിൽ വെക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കുമ്പിളുകൾ ഓരോന്നായിട്ട് അടുക്കി വെക്കണം. പതിനഞ്ച് മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. ഇത്രയും മതിയാവും. നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ മഅസ്സലാമ.